രാജ്യത്താദ്യമായി നിർണയ ലാബ് നെറ്റ്വർക്ക് സംവിധാനം യാഥാർത്ഥ്യമാക്കി സംസ്ഥാന ആരോഗ്യ വകുപ്പ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 1300 സർക്കാർ ലാബുകളെ കോർത്തിണക്കിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ലാബ് പരിശോധനാ രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് നിർണയ നെറ്റ്വർക്ക് എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ ഒന്നാം സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നതാണ് നിർണയ ലാബ് നെറ്റ്വർക്ക് ഹബ്ബ്. സർക്കാർ സംവിധാനത്തിലുള്ള ലാബുകളെയെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്നതുവഴി വലിയ നേട്ടമാണ് സംസ്ഥാനം കൈവരിക്കുന്നത്. ഇതിലൂടെ സൗജന്യമായോ മിതമായ നിരക്കിലോ വീടിന് തൊട്ടടുത്ത ഓരോ വ്യക്തിക്കും പരിശോധന നടത്താം. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത പരിശോധന നടത്തണമെങ്കിൽ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്ക് ഓട്ടോ പിടിച്ച് പോകേണ്ടി വരത്തില്ല, ബസ് കയറി പോകേണ്ടി വരത്തില്ല. അതും മിതമായ നിരക്കിൽ അല്ലെങ്കിൽ സൗജന്യമായി എനിക്ക് ലഭ്യമാകുമോ? തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർണയ എന്ന അതിവിപുലമായ പ്രോജക്റ്റ്. അർഹരായവർക്ക് സൗജന്യമായി അത് ചെയ്യുകയാണ്. ലാബ് പരിശോധനാ സംവിധാനത്തെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇത് എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. 1300 സർക്കാർ ലാബുകൾ വഴി 131 തരം പരിശോധനകളാണ് നടത്തുന്നത്. അടിസ്ഥാന ലാബ് പരിശോധനകൾ, സങ്കീർണ ലാബ് പരിശോധനകൾ, TB, ക്യാൻസർ സ്ക്രീനിംഗ്, ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ പരിശോധനകൾ തുടങ്ങി ലാബ് പരിശോധനകളെ 7 ഡൊമെയിനുകളായി തരംതിരിക്കും. ഈ പരിശോധനകളെല്ലാം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ തലത്തിൽ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന തരത്തിലാണ് പദ്ധതി. കേരള സർക്കാരിന്റെ ഇ-ഹെൽത്ത് പോർട്ടൽ വഴിയാണ് പരിശോധനാ ഫലങ്ങൾ ലഭ്യമാകുന്നത്. പോർട്ടലിലും SMS ആയും മൊബൈൽ ആപ്പ് വഴിയും റിസൾട്ടുകൾ ലഭ്യമാകും. കൈരളി ന്യൂസ്, പത്തനംതിട്ട.